ഹായ് ഷെമി മാഷാണ്. അപ്പൊ ഇന്ന് മാഷ് വന്നത് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാട്ടോ. അപ്പൊ ഈ 5 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് 5 മാർക്ക് നേടാം. അത്രയും നല്ലൊരു ചോദ്യമാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. എന്താ നമുക്ക് നോക്കാട്ടോ. ഇവിടെ നോക്കിക്കേ, ഞാനൊരു സർക്കിളിന്റെ റേഡിയസ് ആരം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് റേഡിയസ്, അതായത് എന്താണ് ആരെന്നും അതുപോലെ എന്താണ് ഡയമീറ്റർ, എന്താണ് വ്യാസം എന്നുള്ള കാര്യവും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വേർതിരിച്ച് അറിഞ്ഞിരിക്കണം. എന്താണ് റേഡിയസ്, എന്താണ് ആരം? നടുവിൽ നിന്ന് സൈഡിലോട്ട് ഒരു വര വരച്ചാൽ, ഒരു സർക്കിളിന്റെ നടുവിൽ നിന്ന് സൈഡിലോട്ട് ഒരു വര വരച്ചാൽ ആ വരയുടെ നീളാണ് അതിന്റെ റേഡിയസ്, അതിന്റെ ആരം. അതുപോലെ എന്താ ഡയമീറ്റർ? ഒരു സൈഡിൽ നിന്ന് നടുവിലൂടെ കടന്നു പോകുന്ന രീതിയിൽ മറ്റൊരു സൈഡിലോട്ട് ഒരു വര നീട്ടി വരച്ചാൽ അതാണ് അതിന്റെ ഡയമീറ്റർ, വ്യാസം അല്ലേ. പിന്നെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണ്? 2 റേഡിയസുകൾ ചേർന്നതാണ് ഒരു ഡയമീറ്റർ. അതായത് റേഡിയസ് 5 ആണെങ്കിൽ ഡയമീറ്റർ എന്തായിരിക്കും? 5 + 5. അതായത് 2 റേഡിയസുകൾ, 2 ആരങ്ങൾ തമ്മിൽ കൂടി ചേർന്നതാണ് എന്ത്? ഡയമീറ്റർ, വ്യാസം. അപ്പൊ ആരം തന്നിട്ട് വ്യാസം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2 പ്രാവശ്യം ആരത്തിനെ കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ തന്നിട്ട് റേഡിയസ് കാണാനോ വ്യാസം തന്നിട്ട് ആരം കാണാൻ എന്ത് ചെയ്യാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അതിന്റെ പകുതി എടുക്കണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 + 5 എത്ര? 10 ആണ്. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അപ്പൊ ഡയമീറ്ററിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നേരെ റേഡിയസും കിട്ടും, ആരവും കിട്ടും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കണേ. അങ്ങനെ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാം. ഇവിടെ കണ്ടോ, നമ്മുടെ റഹീമും ഡെയ്സിയും അനുശ്രീയും ഒക്കെ ഒരു സർക്കിൾ വരച്ചു, ഒരു വൃത്തം വരച്ചു. അതിൽ റഹീം വരച്ച സർക്കിളിന്റെ റേഡിയസ് ആരം 2 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എന്താണ്? റേഡിയസ് എന്നാൽ ആരം കാണാൻ വേണ്ടി, ആരം തന്നിട്ട് വ്യാസം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആരത്തിന് 2 വട്ടം കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് പറയാം അല്ലെ. 2 × 2 ചെയ്താൽ മതി. അപ്പൊ റേഡിയസിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡയമീറ്റർ, വ്യാസം കിട്ടും. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ റേഡിയസ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ എന്താണ്? 4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഡയമീറ്റർ 6 സെന്റിമീറ്റർ ആണെങ്കിൽ എന്താണ്? വ്യാസം 6 സെന്റിമീറ്റർ ആണെങ്കിൽ ആരം എന്താണെന്ന ചോദ്യം, റേഡിയസ് എന്താണെന്ന ചോദ്യം. ഡയമീറ്റർ തന്നിട്ട് എങ്ങനെ റേഡിയസ് കാണുക? ഡയമീറ്റർ തന്നിട്ട് റേഡിയസ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കണേ. റേഡിയസ് തന്നിട്ട് ഡയമീറ്റർ കാണാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഡയമീറ്റർ തന്നിട്ട് റേഡിയസ് കാണാൻ വേണ്ടിയിട്ട് ഡയമീറ്റർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോ റേഡിയസ് കിട്ടും. ഡയമീറ്റർ 6 ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? ഡയമീറ്റർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റേഡിയസ് കിട്ടും. 6 ഡിവൈഡ് ബൈ 2, 6ന്റെ പകുതി എന്താ? 3 സെന്റിമീറ്റർ ആണ് എന്ത്? ആരം. അതായത് റേഡിയസ്, ഡയമീറ്റർ 6 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് 3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കമന്റ് ബോക്സ് ഓപ്പൺ ആണെങ്കിൽ അതിലിടാം കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ലൈവിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. കാര്യങ്ങൾ അറിയാത്തവരൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈവ് കാണാം കേട്ടോ. അതുപോലെ തന്നെ ഈ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സർക്കിൾ എങ്ങനെ വരയ്ക്കാം, റേഡിയസ് നിന്നിട്ട് ആ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടി ചോദിക്കാം. അപ്പൊ ആ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു സർക്കിളിന് 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി അങ്ങനെ വീതിക്കാനും, 30 ഡിഗ്രി 30 ഡിഗ്രി 30 ഡിഗ്രി വീതിക്കാനും, 45 ഡിഗ്രി 45 ഡിഗ്രി 45 ഡിഗ്രി അങ്ങനെ വീതിക്കാനൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും എന്തായാലും മാഷി ലൈവ് കാണാം കേട്ടോ. മാഷി ഇനി ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരും. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ എല്ലാ ഫ്രണ്ട്സിനും ഇപ്പോൾ വീഡിയോ അയച്ചു കൊടുക്കാനും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ അടിക്കാനും മറക്കുക കേട്ടോ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.